അപ്പൊ നമ്മുടെ സോൾസിനൊക്കെ അത് ഡിസൈഡ് ചെയ്യാൻ ഫോർമാറ്റ് അല്ല മാഡം ഞാൻ ചോദിക്കുന്നത് ഈ അകത്തിരുന്ന ഇപ്പൊ നമ്മളിപ്പോ ഈ 10 അല്ലെങ്കിൽ 15 തരത്തിലുള്ള ഇലക്ട്രിക് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ റെഫ്രിജറേറ്ററിൽ നിന്ന് തണുപ്പ് വരുന്നു, ഹീറ്ററിൽ നിന്ന് ചൂട് വരുന്നു, പക്ഷെ സ്റ്റിൽ അതിനകത്തുള്ളത് ഇലക്ട്രിസിറ്റിയാണ്. അതേപോലെ ഈ ഞാനിപ്പോ എന്റേതായ ചില പേഴ്സണൽ സംഗതികളായിട്ട് ഞാൻ കണക്കാക്കി വയ്ക്കുന്ന എന്റെ ഈ ഒരു സൈക്ക് എന്ന് പറയുന്ന സാധനം പിന്നെ ഏതെങ്കിലും ജന്മങ്ങളിൽ ഞാൻ വേറൊരു ഫോർമാറ്റിൽ വരുമ്പോഴും ഇതേ രൂപത്തിൽ എനിക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എനിക്ക് തോന്നുന്നില്ല. ഒരു ഐ ഫീലിംഗ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. Namah Shivaya. Because ഈ ഐ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളൂ. അതെ അതെ. In a different plane there is no space and there is no time. Yeah. So when there is no space, where are you? You're not there at all. അപ്പോൾ ടോട്ടൽ ഒരു മിറാഷ് ആണ് ഈ വേൾഡ് എന്ന് പറയുന്നത് എല്ലാം. Absolutely മായ. നമ്മൾ ഇവിടെ മായ തീരുമ്പോ നമ്മൾ പോണു, നമ്മുടെ മായ തീരുമ്പോ നമ്മൾ പോണു. അല്ല, ഞാൻ ഈ മഹാഭാരതത്തിലേക്ക് എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞത്. അപ്പൊ ഈ മഹാഭാരതത്തില് അതൊക്കെ ഇവോൾവ്ഡ് സോൾസ് ആണ്. അതെ അതെ അതെ. ശന്തനുവിനെ കുറിച്ച് പറയുമ്പോൾ ശന്തനു പ്രീവിയസ് ബർത്തില് അദ്ദേഹം മറ്റൊരു ആളായിട്ട് ആയിരുന്നു. ഇതൊക്കെ ഇപ്പൊ പറയല്ലേ അത് അങ്ങനെ ആയിരുന്നു. അങ്ങേർക്ക് അവയർനെസ് ഉണ്ടോ എന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ല, പുള്ളിക്കില്ല. പക്ഷെ അതേ ആള് തന്നെയാണ് ഈ രൂപത്തിൽ വന്നിരിക്കുന്നത്. പഴയത് മറന്നുപോയി. അതുകൊണ്ടല്ലേ ഇവിടെ വന്നപ്പോ അത് ഓർമ്മയില്ലാത്തത്. അതെ അതെ അതെ. ദശരഥന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അതേ ലൈഫില് ഈ മുനികുമാരന്റെ പേരൻസിനെ കൊന്നത്, അല്ല മുനികുമാരനെ കൊന്നത് ദശരഥന്റെ മനസ്സിലില്ല. ഈ ജന്മത്ത് തന്നെ ഇല്ല. പക്ഷെ അതിന്റെ റിപ്പർക്കഷൻ വന്നപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഇതുകൊണ്ടാണ് എനിക്ക് എന്റെ മോനെ 14 കൊല്ലം പറഞ്ഞയക്കേണ്ടി വന്നു. ആ അവയർനെസ് ഇല്ല. നമുക്ക് പറഞ്ഞു വന്നാല് ഒരാള് തന്നെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആക്ട് ചെയ്യുന്നു, പക്ഷെ പ്രീവിയസ് ആളുകൾ മാസ്ക് ചെയ്തിട്ടേക്കുന്നു. മാസ്ക് ചെയ്തിട്ട് പുതിയ റോള് ചെയ്യുന്നു. അതാണ് ഗീതയും പറയണത്. ഈ ക്ലോത്ത്സ് മാറ്റിയിട്ട് വേറെ ധരിക്കുന്നു. അപ്പൊ ആ ആള് അത് തന്നെയാണ്. അതേ അതിൽ മാറ്റങ്ങൾ. സോൾ അത് തന്നെയാണ്, ആത്മാവ് അത് തന്നെയാണ്. പക്ഷേ വസ്ത്രം വേറെയാണ്. പിന്നെ ഈ സോൾ മെർജിങ്ങിനെ കുറിച്ച് എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഒരേ ഇതിലുള്ള ചില ആത്മാക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ജനിക്കുക എന്നൊക്കെ പറയുന്നത് സോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതൊക്കെ ഓരോരുത്തരുടെ ബുക്കുകളിലാണ് അത് വായിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇംപ്രഷൻസ് ആണ്. അതില് ഇത് ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെയാണ് നടക്കണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു എക്സ്പീരിയൻസ് ഇറ്റ്. അതെ അതെ. അല്ല, ഈ റാഷണലിസ്റ്റുകൾ അവസാനം പറഞ്ഞു തന്ന പോയിന്റ് ഇതാണ്. ഇതൊന്നും വ്യക്തമായിട്ട് അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ ജീവിച്ചു പോയാൽ പോരെന്ന് ചോദിക്കുവാറ്. ഞാന് ഇപ്പൊ എത്രയോ കൊല്ലം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഇപ്പൊ പിന്നെ എന്റെ ഫീലിംഗ് എന്താന്ന് വെച്ചാല് ഈ ഹീലിംഗ് ചെയ്യണത് ബാക്കിയുള്ളവർക്ക് നല്ല ഒരു ജീവിതമായിട്ട് കഴിയണം. അത്രേ എന്റെ റോളുള്ളൂ. അതിനൊന്നും ശരിയാക്കാൻ എന്റെ റോളല്ല. അതായത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. സോ യു ജസ്റ്റ് ഹാവ് ടു ഡു യുവർ ബിറ്റ് ടു എലിവിയേറ്റ് ദ മിസറി. ഇപ്പൊ ഒരാൾ ഡിപ്രഷനിലാണ്. ആ ഡിപ്രഷനിൽ നിന്ന് പകുതിയെങ്കിലും നമുക്ക് തിരിച്ച് അപ്പൊ കുറച്ച് സ്മൂത്ത് ആയിട്ട് ജീവിതം പോവും. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ റോൾ അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ അനിമൽസിന്റെ കൂടെ ചോദിച്ചിട്ട് നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഈ അനിമൽസ് ആയിട്ട് ജനിക്കുന്നത് അത് കാർമിക ഒരു എലമെന്റ് കൊണ്ടായിരിക്കും. വൺ കോൺസെപ്റ്റ് ഈസ് ദാറ്റ് ആനിമൽസ് എല്ലാ ആനിമൽസ് ആയിട്ടും ജനിച്ചു കഴിഞ്ഞിട്ടേ ഒരു ഹ്യൂമൻ ലൈഫ് കിട്ടുള്ളൂ എന്നാണ്. പിന്നെ പക്ഷേ ദേ ഹാവ് ബീൻ ഇൻസ്റ്റൻസസ് ഹ്യൂമൻ ലൈഫിൽ നിന്ന് തിരിച്ചു പോയിട്ടുണ്ട്. അതും ചട്ടമ്പിസ്വാമികളുടെ നറേഷൻസിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ പിന്നെ ഈ തിരുവിതാംകൂറിലെ വലിയ ഉദ്യോഗസ്ഥന്മാരായ ആൾക്കാർ നായ്ക്കളായിട്ട് ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്.
പിന്നെ ഇത് പെറ്റ് ഡോഗ്സ് എസ്പെഷ്യലി അതൊരു ബ്ലെസ്ഡ് ലൈഫ് ആണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ യു ആർ ലുക്ക്ഡ് ആഫ്റ്റർ, completely no responsibility, nothing. You be happy the way you are and you live life very easily. അപ്പൊ അതൊക്കെ പിന്നെ ജഡാഭരതന്റെ കഥയിലും പറയുന്നുണ്ട്, മാനിനെ സ്നേഹിച്ചെടുത്ത് മാനായിട്ട് ജനിച്ചു. അപ്പൊ ഇറ്റ് ഹാപ്പൻസ്. ബ്രെയിൻ വേസിൽ പറയുന്ന പോലെ ബാക്കി നമ്മൾ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ ഈ അനിമൽ മെമ്മറീസ് ഓർത്തെടുക്കാൻ പ്രയാസമാണ്, അത് റിവീൽ ചെയ്യാൻ പ്രയാസമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രയാസമാണെന്നല്ല, അത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, പോസിബിൾ ആണ്. എൻ്റെ ഒരു ക്ലയന്റ് പിന്നെ എപ്പോ നോക്കിയാലും ഒരു അനിമലായിട്ട് പറയും. ഒരു ആന, ഒരു കുതിര, ഒരു സ്നേക്ക്. അവര് സ്ത്രീയാണ്, അവര് എന്ത് ഫാസ്റ്റ് ലൈഫ് പറഞ്ഞാലും ഒരു ആനിമൽ ലൈഫ് ടൈം പോകും. അപ്പൊ എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു, അവര് എപ്പോ വന്നാലും ഒരു ആനിമൽ ലൈഫ് ടൈമിൽ പോകും. അപ്പൊ ആ ആനിമൽ ലൈഫ് ടൈമില് ഈ ലൈഫ് ടൈമിൽ ഫീൽ ചെയ്യണ എന്തെങ്കിലും ഇമോഷൻ അറ്റാച്ച്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ ലൈഫ് ടൈമിൽ പോണത്. That must have been the first lifetime when she went through that emotion. അപ്പം എക്സാമ്പിൾ പറയാമോ? എന്ത് തരത്തിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടേജ് ആയിരിക്കും ഇന്നത്? ഒരു അവരുടെ വലിയ ഇഷ്യൂ ജീവിതത്തില് പിന്നെ കുട്ടികളെ വെച്ചിട്ടായിരുന്നു. അപ്പം ഒരു ആനയുടെ ലൈഫ് ടൈമിൽ പോയി, ആൻഡ് ദാറ്റ് elephant had problems with the children. അപ്പൊ ഈ ജന്മത്തും അതേമാതിരത്തെ പ്രോബ്ലംസ് കുട്ടികളുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ യൂഷ്വലി ആനിമൽ ലൈഫ് ടൈമിൽ പോയാലും ഒരു പരിധി വരെ കാണുള്ളൂ. എന്തെന്ന് വെച്ചാൽ അവരുടെ ഇമോഷൻസും തോട്ട്സും, എസ്പെഷ്യലി തോട്ട്സ്, ലിമിറ്റഡ് ആണ് കമ്പയർഡ് ടു ഹ്യൂമൻ ബീങ്സ്. അപ്പൊ അവര് പല സംഗതികളും ചെയ്യൂല. ലൈക്ക് എൻ എലിഫന്റ് ഈസ് മോർ ഇവോൾവ്. പക്ഷേ മറ്റേ ആനിമൽസ് ഒന്നും ഇത്ര ഇവോൾവ് ആയിരിക്കില്ല. അത് ബാബയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, സായി ഗീത. അപ്പോഴ് ബാബ പറയുമായിരുന്നു കഴിഞ്ഞ ജന്മം രാജകുമാരി ആയിരുന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് കൂടുതൽ കെയർ കിട്ടാനും മാഡം പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ഓക്കെയാണ്. കുറച്ചുകൂടെ കെയർ കിട്ടാനും അവർക്കൊരു ബ്ലെസ്ഡ് ലൈഫായിട്ട് പോകുന്നു. ഓക്കെ ഓക്കെ. പിന്നെ പല ആനിമൽ ലൈഫ് ടൈം ഞാൻ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യം ഞാൻ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ ടർക്കിയിൽ ഒരു റഷ്യൻ ഉണ്ടായിരുന്നു. അയാളാണ് ആദ്യമായിട്ട് ഒരു ആനിമൽ ലൈഫ് ടൈമിൽ റിഗ്രഷൻ ചെയ്ത് കാണിച്ചു തന്നത്. അതൊരു ഗൊറില്ല ലൈഫായിരുന്നു. ദാറ്റ് വാസ് മോർ ലൈക്ക് ഹ്യൂമൻസ്, because gorilla is very close to humans. അപ്പം അതിന്റെ ഇമോഷൻസും അതിന്റെ തോട്ട്സും ഒക്കെ വളരെ കണക്റ്റഡ് ടു ഹ്യൂമൻ ബീങ്സ് ആയിരുന്നു. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആനിമൽ ദാറ്റ് യു സീ. പിന്നെ ചില ആനിമൽസിന് ചില ക്വാളിറ്റീസ് ഉണ്ട്, അതായിരിക്കും ഈ പേഴ്സന്റെ ക്വാളിറ്റീസ്. ശരിക്കും നോക്കിയാൽ അസ്ട്രോളജിയിലും അതേമാതിരി നമ്മൾ യോനി എന്ന് പറയും. അത് ദ ആനിമൽ ദാറ്റ് യു റെപ്രസെന്റ്. അങ്ങനെ അതുകൊണ്ട് ചില ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരിൽ ഡോമിനന്റ് ആയിട്ടിരിക്കുന്ന ഒരു അനിമൽ കാണും, ഒരു പക്ഷിയോ മൃഗമോ അതിനകത്ത് കാണും. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഞാൻ എന്റെ കുറെ സ്റ്റഡീസിൽ നമ്മുടെ ഒരു എന്റെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല, മേ ബി പലയിടത്തുനിന്നും കിട്ടിയ ഒരു ഇതിനകത്ത് ദ ആനിമൽസ് നോ എവറിത്തിങ്. അവർക്കെല്ലാം അറിയാം, പക്ഷെ അവർക്കൊന്നും അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. അതായത് സീക്രട്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എല്ലാ ജീവികൾക്കും ഓരോ പരിധിയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ നമ്മളെക്കാളും അവയർനെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് കാണുമെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ചുകൂടെ ഇവോൾവ് ആണ്. അവർക്ക് എത്ര കോൺഷ്യസ്നെസ് വേണോ അത്രയും കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് സീക്രട്സ് ഓഫ് ലൈഫിനെ കുറിച്ച് അവർക്ക് അറിയാമായിരിക്കും, പക്ഷെ ദേ കനോട്ട് എക്സ്പ്രസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. I won't say that. അവരുടെ ഫിസിക്കൽ ബോഡിയിൽ എത്ര കോൺഷ്യസ്നെസ് വേണമെന്ന് വെച്ചാൽ അത്രയും കോൺഷ്യസ്നെസ്സേ കാണുള്ളൂ. അതൊക്കെ മാഡം, അതല്ല ഞാൻ പറഞ്ഞു. ഇപ്പം ഈ DH ലോറൻസിന്റെ ലിസാർഡ് എന്നൊരു പോയം, അപ്പൊ അങ്ങനെ പല സാധനങ്ങളും ഇത് ഈ ജീവികൾ വന്നിട്ട് മാഡം ലിറ്ററേച്ചർ ആയിരുന്നോണ്ട് ഞാൻ പറഞ്ഞത്,
അപ്പൊ ഇതെല്ലാം വന്നിട്ട് ഓൾറെഡി സഡൻ ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഒരു സെലസ്റ്റിയൽ മ്യൂസിക് കേൾക്കുന്ന പോലെ നിന്നിട്ട് ദെൻ ദേ ആർ ഗോയിങ് സംവെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് അറ്റാച്ച്ഡ് ടു ദ ഒരു സുപ്രീം ആയിട്ട് ഒരു അറ്റാച്ച്ഡ് ആണ് റാദർ ദാൻ ഹ്യൂമൻ ബീങ്സ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ. ഈവൻ ഒരു മൈക്രോബ് അമീബയ്ക്ക് പോലും അതിന്റെ ഒരു ദേശകാല ബോധം. പക്ഷേ മാഡം പറഞ്ഞ പോലെ compared to human beings. അതെ അതെ, compared to human beings they are limited. അതന്നെ പണ്ട് ഈ മൃഗഭാഷയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, പക്ഷികളുടെ ഭാഷയും ഗൗളിശാസ്ത്രം, ഇതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ. ഹോഴ്സ് വിസ്പറേഴ്സ്, they actually whisper to the horse. അതെ അതെ അതെ. പക്ഷെങ്കിലും മുമ്പാണെങ്കിൽ ഈ ഇവര് സംസാരിക്കുന്നത് കേട്ടിട്ട് ഈ മൃഗഭാഷ അല്ലെങ്കിൽ പക്ഷിഭാഷ അറിയാന്നുള്ളവർക്ക് അത് അറിയാമായിരുന്നു എന്താണ് ഇവരും അതാണ് ചെയ്യണത്. They are actually training the horses through whispering. അപ്പൊ ആ അവയർനെസ് ആ ഹോഴ്സിന് ഉള്ളത് കൊണ്ടല്ലേ അത് ചെയ്യാൻ പറ്റും. അതെ 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 അതെ. അല്ല അവയർനെസ് എന്തായാലും, കാരണം സുനാമി ഒക്കെ വരുമ്പോൾ അവർക്ക് നേരത്തെ അത് they are much more evolved in those conditions, especially today. ഇപ്പൊ ഒരു എക്ലിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് എല്ലാ ബേർഡ്സും മിണ്ടാതിരിക്കും, അവര് ശബ്ദിക്കൂല. അതുമാതിരി തന്നെ ഡോഗ്സും, സ്ട്രീറ്റ് ഡോഗ്സ് ഒന്നും കുറയ്ക്കൂല. ഇഫ് യു വാച്ച് ദ എക്ലിപ്സ് യു വിൽ നോ ഇന്ന് എക്ലിപ്സ് ആണെന്ന്. ഇപ്പോഴും അത് if you are aware of it you can feel it. Fine. The nature will tell you. Okay. അപ്പോൾ ഇതിന്റെ because eclipse ൽ എനർജി ഫാക്ടർ ഇല്ല. അപ്പൊ ഈ ഒരു എവല്യൂഷന്റെ ഒരു എൻഡ് പോയിന്റിനെ കുറിച്ച് മാഡം ചിന്തിക്കുന്നുണ്ട്? അതായത് നമ്മളിപ്പോ ഈ നമ്മുടെ ഒരു ഭാരതീയ സങ്കല്പം അനുസരിച്ച് യുഗങ്ങൾ, അപ്പൊ ഇത് യുഗം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രളയം, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും, അപ്പൊ അങ്ങനെ ഇതിനൊരു തുടക്കവും ഇല്ല ഒടുക്കവും ഇല്ല, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റ്സ് വീണ്ടും ആവർത്തിക്കൂ? ദാറ്റ് മീൻസ് ആവർത്തിച്ചിട്ടുണ്ടോ മുമ്പ് ഒരിക്കലും? Now you are going into parallel lifetimes. It is happening. They are parallel. You can get in and out of any number of lifetimes you want. Okay. അപ്പൊ നമ്മൾ മുമ്പോട്ട് ഇരുന്നിട്ടുണ്ട്, ഇനി ഇരിക്കും. Okay, great. വേണമെങ്കിൽ. Okay, and conditions apply. Of course, conditions. Okay. അപ്പൊ മാഡം ഇപ്പോഴും തെറാപ്പി ചെയ്യുന്നുണ്ട്? ടീച്ചിങ് ഉണ്ടോ? ടീച്ചിങ് ഉണ്ടോ? ഇത് പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ റിഗ്രഷൻ പഠിപ്പിക്കണില്ല, പലരും ചോദിച്ചോണ്ടിരിക്കുന്നു പഠിപ്പിക്കാൻ. ചിലപ്പോൾ പഠിപ്പിച്ചൊന്നും വരും. Okay. അപ്പൊ എന്തായാലും വളരെ വേറെ ഇതൊക്കെ പഠിപ്പിക്കും. Like I just did a cord cutting workshop. എന്താണ് മാഡം പറയാമോ? That is about if you have any disagreement or somebody you don't get along with, you cut the cord so that that negativity goes. That doesn't mean the memory goes. Only the negativity goes. So അത് ചെയ്യുമ്പോൾ ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മളിൽ പ്ലസന്റ് എക്സ്പീരിയൻസ് അല്ല, ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയ്ക്ക് ഇത് കാണില്ല. ഇന്റൻസിറ്റി ഓഫ് ഡിസ്ലൈക്ക് വിൽ നോട്ട് ബി ദെയർ എന്ന് പറയാം. ഇപ്പൊ അത് ചെയ്യുന്നുണ്ട് മാഡം? That is a small part. That is a 3-hour workshop. Okay. റൈറ്റ് നൗ യു ആർ ദർ ഇൻ ബാംഗ്ലൂർ. അപ്പോ നേരത്തെ എന്നോട് ചോദിച്ചു തിരിച്ചു വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്തായാലും ഇല്ല ചെയ്യില്ല. അല്ല, നമ്മൾ ഓഫ് ടോക്കിൽ സംസാരിച്ചതാണ്, ഓഫ് ഷൂട്ടിൽ സംസാരിച്ചതാണ്. അപ്പോ മാഡം അങ്ങനെയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഭാവിയിൽ ഇങ്ങനെ ഒരു ക്ലിനിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വരണം? കാരണം ഒത്തിരി ആൾക്കാർ ഞാൻ അവിടെയും വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. ഓക്കെ, ഐ വുഡ് പ്രിഫർ ഡൂയിങ് ദാറ്റ്. അപ്പൊ ഇവിടെ ആയിരിക്കില്ല. അപ്പം മാഡത്തിന്റെ നമ്പർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ shall I? Oh yes, I do online. Okay. All the therapies I do online. So that is not an issue even today. ശരി. അപ്പൊ എന്തായാലും വളരെ ആക്സിഡന്റൽ എന്ന് പറയാൻ പാടില്ല. എനിക്കോ ഇതിന് നിമിത്തം കാരണമായത് എന്റെ ഒരു പ്രിയ ഫ്രണ്ടാണ് അരവിന്ദ് പത്മകുമാർ. അവനോ ഹീസ് ഹിയർ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നേച്ചറിന്റെ ഡിസിഷൻ ആണെന്ന് തോന്നുന്നു. അതെ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.